അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു ആകാശയാത്രയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. നാട്ടിൽ ശാരീരികമായും മാനസികമായും ശത്രുക്കൾ പ്രവാചകനെ വളഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടുക്കലേക്ക് മുത്തുനബിയെ ക്ഷണിച്ചു വരുത്തിയ ഒരു യാത്ര, ഇസ്രാ മിഅ്റാജ് എന്നൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാകും. ആ യാത്രയിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ പ്രവാചകൻ കാണുകയുണ്ടായി. എന്ന് മാത്രമല്ല, ആകാശത്തിൻ്റെ ഓരോ കോണുകളിൽ ഓരോ പ്രവാചകന്മാരുമായി കണ്ടുമുട്ടാനും പ്രവാചകന് സാധിച്ചു. അക്കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന ബഹുമതി ലഭിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം പ്രവാചകനുമായി സന്ധിച്ച ശേഷം റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഈ ആകാശയാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തുമല്ലോ. അങ്ങനെ ചൊല്ലുമ്പോൾ ജനങ്ങളോട് ഈ ആകാശയാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ എൻ്റെ സലാം അങ്ങയുടെ സമുദായത്തോട് പറയണം. രണ്ടാമത്, ഞാനൊരു കാര്യം അറിയിച്ചതായി അങ്ങ് ജനതയോട് പറയണം. അത് മറ്റൊന്നുമല്ല, വഅഖ്ബിറുഹും അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ, സ്വർഗത്തിലെ മണ്ണ് വളരെ നല്ല മണ്ണാണ്, ഫലഭൂയിഷ്ടമായ മണ്ണ്. അതുപോലെ അസ്ബത്തുൽ മായി, നല്ല ശുദ്ധജലമാണ്. വഅന്നഹ ഖിയാൻ, പക്ഷേ സ്വർഗം തരിശായി കിടക്കുകയാണ്. അവിടെ കൃഷി ചെയ്യണ്ടേ? അവിടെയുള്ള ഒന്നാം തരം കൃഷി എന്ന് പറയുന്നത് വഅന്ന ഖിറാസഹ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ എഴുതി കാണിക്കുന്ന തസ്ബീഹ് ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് തന്നുവിട്ട ഒരു ഗിഫ്റ്റാണ്. ഇത് സ്വർഗത്തിലെ കൃഷിയാണ്. ഇത് എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നുവോ അതനുസരിച്ച് സ്വർഗത്തിൽ ഓരോ വൃക്ഷങ്ങളിങ്ങനെ അള്ളാഹു നട്ടുകൊണ്ടിരിക്കും. നമ്മുടെ അഡ്രസ്സിൽ നാം സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ അതൊരു തോട്ടമായി മനോഹരമായി ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും. അപ്പോൾ നാം ചെല്ലുന്ന ഓരോ സുബ്ഹാനല്ലയും ഓരോ അൽഹംദുലില്ലയും വലിയ വടവൃക്ഷമായി അവിടെ പന്തലിച്ച് നിൽക്കും. എന്തൊരു മനോഹരമായിരിക്കും അത് കാണാൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുയുടെ സന്നിധിയിലൂടെ അദ്ദേഹത്തിൻ്റെ സമീപത്തുകൂടി പ്രവാചകൻ ഒരിക്കൽ കടന്നുപോയപ്പോൾ അദ്ദേഹം ഒരു വൃക്ഷത്തെ നട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇതിനേക്കാൾ ഉത്തമമായ ഒരു വൃക്ഷത്തെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. അത് സ്വർഗത്തിൽ നടുന്ന തൈയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.